ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡെന്റൽ കോളേജസിന്റെ ഫീസും മറ്റു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു പ്രൈവറ്റ് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഫീസ് മുൻകരുതലായിട്ട് കണ്ടെത്തി വെക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. CDS അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കരുതുക. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, കാരണം നിങ്ങൾ എന്ത് ഡോക്യുമെന്റ്സും കോളേജിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അതിന്റെ ഒരു മിനിമം ഒരു 3 കോപ്പി എങ്കിലും കയ്യിൽ കരുതുക കേട്ടോ. കാരണം നമ്മൾ വൺസ് അവിടെ നമ്മൾ എല്ലാത്തിന്റെ ഒറിജിനൽ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ആ ഒറിജിനൽ ചോദിക്കുമ്പോൾ അവർ തന്നെന്ന് വരില്ല. അപ്പൊ നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു കോപ്പി വേണം, ഒരു മിനിമം ഒരു കോപ്പി എങ്കിലും വേണം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഫീസിന്റെ കാര്യമാണ്. ഫീസ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഫീസ് ആക്ച്വലി 2023 ബാച്ച് അടച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 ഫീ പ്രകാരം ഡെന്റൽ കോളേജസ് വാങ്ങിച്ചിട്ടുള്ളത് 3,30,940 രൂപയാണ്. അതായത് റൗണ്ട് ചെയ്ത് പറയുവാണെങ്കിൽ 3,31,000 രൂപയാണ് പെർ ഇയർ ഫീസ് ആയിട്ട് വന്നിട്ടുള്ളത് ജനറൽ കോട്ടയില്. ഇനി അത് NRI ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 6 ലക്ഷം രൂപയാണ്. അപ്പം അതായത് ഇത് കഴിഞ്ഞ വർഷത്തെ പ്രകാരമാണ്. പക്ഷെ എല്ലാ വർഷവും ഫീസ് കൂടുന്നുണ്ടോ എന്ന് വെച്ചാൽ വലിയൊരു ഇൻക്രിമെന്റ് ഒന്നും കൂടാറില്ല. കാരണം വെച്ചാൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, ഞാൻ MBBS അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ വർഷത്തെ BDSന്റെ ഫീസ് വന്നിട്ടുള്ളത് 3,21,000 ആണ്. ഞാനിപ്പോ 4ാമത്തെ ഇയർ ആണ്. അപ്പം ഇതുവരെയായിട്ട് 3,21,000 ഇപ്പൊ 3,30,000 ആയിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു കൂടുതൽ മാത്രമേ എല്ലാ വർഷവും കൂടുന്നുള്ളൂ ഡെന്റൽ കോളേജസിന്റെ കാര്യത്തില്. അപ്പൊ അതായത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രകാരം 3,31,000 ആണ് ഒരു സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജസിൽ ഫീസ് ആയിട്ട് വന്നത്. NRI കോട്ടയാണെങ്കിൽ 6 ലക്ഷം രൂപയാണ്. ഇനി ഈ ഫീസ് ആരൊക്കെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ, നമുക്ക് OEC SC ST ഒന്നും ഫീസ് ബാധകമല്ല. അവർക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഫീസൊക്കെ അതിൽ കഴിച്ചിലായിട്ട് പോകും. ഇനി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള ആളുകൾ അടയ്ക്കേണ്ടത് ഹോസ്റ്റല് മെസ്സും ഒക്കെ അടയ്ക്കണം. ഹോസ്റ്റൽ മെസ് എന്നൊക്കെ പറയുന്നത് അതത് കോളേജസ് പറയുന്ന ഫീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫിക്സ്ഡ് ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോരോ മാനേജ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ചില മാനേജ്മെന്റ് വലിയൊരു ഹോസ്റ്റൽ ഫീ ചോദിക്കും, ചില മാനേജ്മെന്റ് അത്ര ചോദിക്കില്ല. എന്നാലും നിങ്ങളൊരു ആവറേജ് കേരളത്തിൽ മേടിക്കുന്നത് 45,000 മേലെയാണ്. ഹോസ്റ്റലും മെസ്സും 45,000 മേലെയാണ് മേടിക്കുന്നത്. 45,000 മുതൽ 1 ലക്ഷത്തിന് മേലെ വരെ ഹോസ്റ്റൽ ഫീ മേടിക്കുന്ന കോളേജസ് നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി മെസ് ഫീ അറൌണ്ട് 45,000 to 65,000 ഇടയിലാണ് വരുന്നത് പെർ ഇയറിലേക്ക്. പിന്നെ പറയുന്നത്, നമ്മൾ അഡ്മിഷൻ സമയത്ത് അല്ലാതെ കൊണ്ടുവരേണ്ട ഫീസ് എന്തൊക്കെയാന്ന് പറഞ്ഞാല്, ഒരു കോഷൻ ഡിപ്പോസിറ്റ്, ID കാർഡ്, യൂണിഫോം, ലൈബ്രറി, ആർട്സ്, സ്പോർട്സ്, ഇങ്ങനത്തെ സാധനങ്ങൾക്കാണ്. അതൊക്കെ അറൌണ്ട് ഒരു 20,000 താഴെ ആയിരിക്കും വരിക. ഇതൊക്കെ നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുവരണം. പിന്നെ അഡ്മിഷൻ നമ്മൾ ഫീ ഉണ്ടല്ലോ, മേജർ ഫീ ആയിട്ട് വരുന്നത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിട്ടുള്ളത് DD ആയിട്ടാണ്. DD അല്ല, ചില കോളേജ് അക്കൗണ്ട് ട്രാൻസ്ഫറും പറ്റും. ക്യാഷ് ആയിട്ട് മിക്ക കോളേജും മേടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്റെ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നവരെ മടക്കി അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ ദൂരത്ത് നോക്കിയായിരിക്കും അഡ്മിഷൻ എടുക്കാൻ വരിക. അപ്പൊ നിങ്ങൾ മടക്കി അയക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ പൈസയും കൊണ്ട് വരിക, അല്ലെങ്കിൽ ഈ പൈസയും കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അവിടെ വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ നിങ്ങൾ ക്യാഷ് സ്വീകരിക്കുമോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ DD ആയിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതായിട്ടോ കൊണ്ടുപോവുക. ചെക്കും ചിലര് സ്വീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക, കാരണം വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സെക്യൂരിറ്റി വേണമല്ലോ. അപ്പൊ അവര് പറ്റത്തില്ല എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പാനിക് ആവും. അപ്പം അഡ്മിഷൻ ഒന്നും ക്യാൻസൽ ആവില്ല, അതൊന്നും പേടിക്കേണ്ട. പക്ഷെ നമുക്ക് പാരന്റ്സിന് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ അവർക്കൊന്ന് വിളിച്ചു നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റ ID ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം